പൂരോത്സവത്തിന്റെ ഭാഗമായി മുറ തെറ്റാതെ ഇക്കൊല്ലവും അവർ കൊട്ടുക്കര കാമനയൊരുക്കി. കരിവെള്ളൂർ വടക്കുംപാട്ടെ നമ്പി തറവാട്ടംഗങ്ങൾ പൂരം നാളിൽ ഒരുക്കുന്ന കാമദേവന്റെ രൂപം എന്നും ഒരു വിസ്മയവും സുന്ദരവുമാണ്. മുറ തെറ്റാതെ അവർ ഇക്കൊല്ലവും ഒരുക്കി കൊട്ടുക്കര കാമനെ. കരിവെള്ളൂർ വടക്കുംപാട്ടെ നമ്പി തറവാട്ടംഗങ്ങൾ പൂരം നാളിൽ ഒരുക്കുന്ന പൂക്കൾ കൊണ്ടുള്ള കാമദേവന്റെ രൂപം എന്നും ഒരേപോലെ വിസ്മയവും സുന്ദരവുമാണ്. ഒരു രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചിരുന്നാണ് തറവാട്ടംഗങ്ങൾ കാമരൂപം ഒരുക്കിയത്. പൂരോത്സവത്തിന്റെ ഭാഗമായാണ് തറവാട്ടുമുറ്റത്ത് കാമരൂപം തീർക്കുന്നത്. വീടുകളിൽ ഒരുക്കുന്ന കാമദേവരൂപങ്ങളിൽ വലിപ്പം കൊണ്ട് വേറിട്ടു നിൽക്കുന്നതാണ് കൊട്ടുക്കരയിലെ കാമൻ. 3 ദിവസം മുൻപേ വീട്ടുകാർ പലയിടങ്ങളിൽ നിന്നായി പൂക്കൾ ശേഖരിച്ചു കൊണ്ടുവന്നിരുന്നു. നരയൻ, ചെക്കി, ചെമ്പകം, മാമ്പു, എരിക്ക തുടങ്ങിയ പൂക്കളാണ് ശേഖരിച്ചത്. പകൽ മുഴുവൻ പൂക്കൾ വേർതിരിച്ചു വെച്ചു. രാത്രിയിൽ കാമദേവനെ ഒരുക്കി. 3.5 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയിലുമുള്ളതാണ് കാമദേവ രൂപം. വർഷങ്ങളായി ഒരുക്കുന്ന കൊട്ടുക്കര കാമൻ ഏറെ ശ്രദ്ധയാകർഷിച്ചതും പ്രസിദ്ധവുമാണ്. വർഷങ്ങളായി നടത്തിവരുന്ന ഒരു ആചാരമാണ്. മലബാറിലെ പൂരോത്സവത്തിൻ്റെ ഭാഗമായി കാമദേവനെ ആരാധിക്കുക എന്ന ചടങ്ങിൻ്റെ ഭാഗമാണ് കരിവെള്ളൂർ മുച്ചിലോട്ട് ഭഗവതിയുടെ എഴുന്നള്ളത്തിനെ സ്വീകരിക്കാൻ വേണ്ടി ഒരുക്കുന്ന കാമരൂപം. ഋതുമതികളായ പെൺകുട്ടികൾ കാമദേവനെ ആരാധിക്കുകയും ആ ആരാധന ഉത്സവമായി കൊണ്ടാടുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു ആരാധന ചടങ്ങാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ.